Hello, good morning, dear students. Today we are going to discuss about the difference between auditing and investigation. The word investigation is otherwise known as special audit. എന്താണ് സ്പെഷ്യൽ ഓഡിറ്റ്? എന്താണ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗ് എന്താണ് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് അറിയണം അല്ലേ? Investigation means the detailed examination of books of accounts and commercial and financial position of a business for a period of time. അതായത് കുറേ വർഷങ്ങളുടെ ഒരു ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വർഷത്തെ അല്ല ഒരുപാട് വർഷത്തെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നതിനാണ് ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് സാധാരണയായിട്ട് നടത്തുന്നത് ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ദ കേസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇസ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഫോർ എ commercial and financial position of a firm for a definite period of time, for a specific period of time. It is said to be, investigation is usually done for a specific purpose. Therefore, the gravity of inquiry runs into several years. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഓണർ ഓഫ് എ ഫേം സസ്പെക്ട്സ് ദാറ്റ് there is some fraud related with the sales of its products. സെയിൽസ് ലെഡ്ജറിനകത്ത് അല്ലെങ്കിൽ സെയിൽസ് മാനേജർ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ the owner can appoint an investigator to detail analysis of the sales records for a definite period, for a past few years. എന്നാൽ മാത്രമേ എന്തെങ്കിലും എറർ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റിംഗ് നടക്കുന്നത് അറിയാൻ പറ്റുള്ളൂ. Therefore, investigation is something detailed. Okay. Then, therefore, the term investigation may be referred as special audit. ഇൻവെസ്റ്റിഗേഷനെ മറ്റൊരു രീതിയിൽ അറിയപ്പെടുന്നുണ്ട് സ്പെഷ്യൽ ഓഡിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, സ്പെഷ്യൽ ഓഡിറ്റ്. ഓക്കെ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിംഗ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഓഡിറ്റിംഗ് ഒരു വർഷത്തിൽ നടത്തുന്ന ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിനെ കുറേ വർഷത്തെ അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് കണ്ടെത്തുന്നു. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് സ്പെഷ്യൽ ഓഡിറ്റാണ്. അതായത് ഇൻവെസ്റ്റിഗേഷനകത്ത് ഒരിക്കലും എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട് നോക്കാറില്ല. നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്ന എറർ എവിടെയാണുള്ളത് അത് മാത്രം പരിശോധിക്കും. ഓക്കെ. ദെൻ ഡെഫിനിഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഇൻവോൾവ്സ് എൻക്വയറി ഇൻ ടു ഫാക്ട്സ്, അല്ലെ, കാര്യകാരണങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നു. ബിഹൈൻഡ് ദ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്, ഓരോ ബുക്കിലും അക്കൗണ്ട്സിലും ഉള്ളത്. ഇൻ ടു ദി ഇതിലേക്ക് കണക്കുന്നു, ടെക്നിക്കൽ സൈഡ് നോക്കുന്നു, ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ട്സ് അല്ലേ, ആൻഡ് അതോടൊപ്പം തന്നെ ഇൻ ടു ദി ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് എക്കോണമിക് പൊസിഷൻ ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ, അതും പരിശോധിക്കുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് നോക്കുന്നു, ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ അക്കൗണ്ട്സിൻ്റെ ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ട്സ് നോക്കുന്നു, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് എക്കോണമിക് ആസ്പെക്റ്റും പരിശോധിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ടു ബി ഇൻവെസ്റ്റിഗേഷൻ. ദെൻ നൗ വി മൂവ് ടു ദി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് വൺ, പർപ്പസ്, ലക്ഷ്യം. എന്താ പർപ്പസ്? ഓഡിറ്റിംഗ് എന്നുള്ളത് ടു അസർട്ടൈൻ വെദർ ഓർ നോട്ട് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിവീൽ ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ബിസിനസ്. അല്ലേ, ഓഡിറ്റിങ്ങിനകത്ത് എന്താ ചെയ്യുന്നത്? അവിടെ ബാലൻസ് ഷീറ്റും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും യഥാർത്ഥ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ കാണിക്കുന്നതെന്ന് പരിശോധിക്കുന്നത്. ദാറ്റ്സ് എ പർപ്പസ് ഓഫ് ഓഡിറ്റിംഗ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ്സ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. അല്ലേ, ഇറ്റ് ഈസ് നോ വെദർ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ് ഓർ ഫ്രോഡ് എക്സെട്ര. അത് ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനകത്ത് ഫ്രോഡ് വരുന്നുണ്ടോ, ഫിനാൻഷ്യൽ ആസ്പെക്റ്റിനകത്ത് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ, ദാറ്റ്സ് എ ഡീറ്റെയിൽഡ് എൻക്വയറി. ഓക്കെ. നെക്സ്റ്റ്, കണ്ടക്ട്. സാധാരണയായിട്ട് ഓഡിറ്റിംഗ് ഈസ് കണ്ടക്ട് ഓൺ ബിഹാഫ് ദ പ്രൊപ്പറേറ്റർ, അല്ലേ, ബിസിനസ്സിന് വേണ്ടിയാണ്, പ്രൊപ്പറേറ്ററിലെ ഓണറാണ്. ഈ ഇൻവെസ്റ്റിഗേഷനും ഈസ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രൊപ്പറേറ്റർ വെൻ ഹീ സസ്പെക്ട് എനി ഫ്രോഡ് ഇൻ ബിസിനസ്, അല്ലേ. അതുപോലെ തന്നെ ഓർ ഓൺ ബിഹാഫ് ഓഫ് ഔട്ട്സൈഡ് പാർട്ടീസ് ഹു വിഷ്ഡ് ടു ഇൻവെസ്റ്റ് ഇൻ ദ ബിസിനസ്. അപ്പം ഓഡിറ്റിംഗ് സാധാരണയായിട്ട് പ്രൊപ്പറേറ്ററിന് വേണ്ടിയാണ് നടത്തുന്നതെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രൊപ്പറേറ്ററിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാകാം, അല്ലേ. ബിസിനസ്സിന് പണം കടം കൊടുക്കുന്നൊരു ബാങ്ക് അവരുടെ ബിസിനസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാകാം, അല്ലേ. ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസ് മാറിക്കൊണ്ടേ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാരുടെ അവരുടെ താല്പര്യം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വൺ, മോഡ് ഓഫ് എക്സാമിനേഷൻ.
അല്ലേ? ഓഡിറ്റിങ്ങിനകത്ത് എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും പരിശോധിക്കില്ല, എല്ലാ എൻട്രിയും നോക്കില്ല, ഓൺലി ടെസ്റ്റ് ചെക്കിങ്. ഇതാണ് ജസ്റ്റ് 1-2 എൻട്രികൾ നോക്കിയിട്ട് ടെസ്റ്റ് ചെക്കിങ് മാത്രമാണ് നടത്തുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഡീറ്റെയിൽഡ് ചെക്കിങ്, ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയ്ഡ്. അതായത് ഇറ്റ് ഗോസ് ടു ദ ലോവസ്റ്റ് ഡെപ്ത് ഓഫ് പ്രോബ്ലംസ്, അല്ലേ? എല്ലാ ഏരിയയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, അല്ലേ? ദാറ്റ്സ് ടു ബി ഇൻവെസ്റ്റിഗേഷൻ. വെദർ ഓർ കമ്പൽസറി. ഓഡിറ്റിംഗ് കമ്പൽസറി ആണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, മറ്റിടത്തൊന്നും കമ്പനി. ഇൻവെസ്റ്റിഗേഷൻ കമ്പൽസറി അല്ല, ആർക്ക് വേണമെങ്കിലും നടത്താം. ഇറ്റ്സ് നോട്ട് കമ്പൽസറി, അല്ലേ? ഇൻവെസ്റ്റിഗേഷൻ സോൾ പ്രൊപ്പറേറ്ററിന് നടത്താം, പാർട്ണറിന് നടത്താം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇറ്റ്സ് നോട്ട് എ കമ്പൽസറി വൺ. നെക്സ്റ്റ് വൺ, പീരീഡ് കവേർഡ്. സാധാരണ 6 മാസം അല്ലെങ്കിൽ 1 വർഷം, ഇതായിരിക്കും ഓഡിറ്റിങ്ങിൻ്റെ പീരീഡ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പീരീഡോ, സാധാരണയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ പീരീഡ് 3 മുതൽ 7 വർഷം വരെയൊക്കെ നീണ്ടുപോകാം. ഇനി ഓഡിറ്റിംഗ് നടത്തുന്ന ആൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും, അയാളാണ് ഓഡിറ്റർ എന്ന് വിളിക്കുന്നത്, അല്ലെ? പേഴ്സൺ ഇൻട്രസ്റ്റഡ്, അല്ലേ? മറ്റേതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റ് നടത്തുന്ന വ്യക്തി ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഓഡിറ്റർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും. മറ്റേത് പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. നല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് എന്താണ് ക്ലൂസും അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കും എന്താകാം? ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആകാം. ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, അല്ലേ? ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾക്ക് ഇതൊന്നും അറിയണ്ട, പക്ഷേ ഓഡിറ്റർക്ക് എല്ലായ്പ്പോഴും അക്കൗണ്ടിങ് പോളിസിയെക്കുറിച്ചും മെത്തേഡ് ഓഫ് സ്റ്റോക്ക് വാല്യൂഷനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ബട്ട് ഇൻ ദ കേസ് ഓഫ് എൻ ഇൻവെസ്റ്റിഗേറ്റർ ഈസ് നോട്ട് അറ്റ് ഓൾ ബൗണ്ട് ബൈ ദ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് കൺട്രോൾ. ഹി ജസ്റ്റ് find out evidence. Okay, evidence considered. Auditor consider only prima facie evidence. അയാളുടെ കയ്യിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് മാത്രമാണ്, അതായത് പ്രാഥമിക എവിഡൻസ്, പ്രൈമ ഫേസി എവിഡൻസ് ആണ് നോക്കുന്നത്. എന്നാൽ ഇൻവെസ്റ്റിഗേറ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് സബ്സ്റ്റാൻറ്റേറ്റീവ് എവിഡൻസ് നോക്കും. ഉദാഹരണത്തിന് സാലറി കൊടുത്തു എന്ന് പറയുന്നു. സാലറി കൊടുത്തുകൊണ്ട് ഓഡിറ്റർ എന്താ നോക്കുന്നത്? സാലറി കൊടുത്തത് ഒപ്പിട്ട് വൗച്ചർ അല്ലെങ്കിൽ സാലറി കൊടുത്ത അത് അയാൾ വാങ്ങിയ ആൾ അത് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. വാങ്ങിയിട്ടുണ്ട്, സാലറി കൊടുത്തു. ഇനി ഒരു ചിലവ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിൻ്റെ വൗച്ചറുണ്ടോ, അതാണ് നോക്കുന്നത്. പ്രൈമറി ഫേസി എവിഡൻസ്. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റർ നോക്കും, അവിടെ അങ്ങനെ ഒരാൾക്ക് സാലറി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരാളുണ്ടോ, അയാൾക്ക് എങ്ങനെയാണ് ഇത് കൊടുത്തേക്കുന്നത്, ബാങ്ക് അക്കൗണ്ട് വഴിയാണോ, അയാൾ എല്ലാ ദിവസവും ജോലി ചെയ്തിട്ടുണ്ടോ, അയാളുടെ അറ്റൻഡൻസ് ബുക്കിൽ അയാൾ ഒപ്പിട്ടിട്ടുണ്ടോ, അല്ലേ? ഇനി ഒരു ചിലവ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്പെൻസ് കാണിക്കുകയാണെങ്കിൽ ആ എക്സ്പെൻസിൻ്റെ വൗച്ചർ മാത്രമേ നോക്കുന്നത്. ആ എക്സ്പെൻസ് ആ സമയത്ത് ആ എക്സ്പെൻസ് ഉണ്ടാകേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സാധനം ഇറക്കിയുമായി ബന്ധപ്പെട്ട് ആ ദിവസം സാധനം വന്നിരുന്നു, അത് ഇറക്കിയപ്പോഴാണ് ഈ ചിലവുണ്ടായത്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡറി എവിഡൻസിലൂടെ നോക്കും. നെക്സ്റ്റ് വൺ, സ്കോപ്പ്. ലാസ്റ്റ് വൺ 10 പഠിച്ചാൽ മതി. ഇതാ ഓൺലി ആൻ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓഡിറ്റിങ്ങിനകത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട് എക്സാമിനേഷൻ നടത്തുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ഇൻവെസ്റ്റിഗേഷൻ, ദ സ്കോപ്പ് ഓഫ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് എൻക്വയറി ഇൻ ദ മാറ്റേഴ്സ് ബിഹൈൻഡ് ദ ബുക്ക്. വളരെ വൈഡർ സ്കോപ്പാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ക്ലിയർ? Okay, these are the difference between auditing and investigation. Next one, objects or purpose of investigation. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ്. ഒന്ന്, പ്രൊപ്പറേറ്റർ സസ്പെക്ട് ഫ്രോഡ്. ഓണർ വിചാരിക്കുകയാണ് എന്തെങ്കിലും ചതി നടന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഇനി രണ്ടാമത്തെ ഒരാൾ ഒരു ബിസിനസ് വെൻ ദ പേഴ്സൺ ഇൻറ്റൻസ് ടു പർച്ചേസ് എ ബിസിനസ്, ഒരു ബിസിനസ് ഒരാൾ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ ബിസിനസ്സിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. മൂന്നാമത്, ഓൺ ബിഹാഫ് ഓഫ് the prospective partner to own the earning capacity of the business. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ കൊള്ളാമോ, അതിന് ഏണിംഗ് ഉള്ള ബിസിനസ് ആണോ എന്ന് നോക്കുന്നു. ദാറ്റ്സ് എ തേർഡ് വൺ. ഫോർത്ത് വൺ, വെൻ എ പേഴ്സൺ വിഷസ് ടു പർച്ചേസ് എ ഷെയർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിൽ ഒരാൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നടത്തുന്നത് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഷെയർ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ആ കമ്പനിയെക്കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, വെൻ എ പേഴ്സൺ വിഷസ് ടു ലെൻഡ് എ മണി ടു ദ ബിസിനസ്. ഒരു ബിസിനസ്സിൽ പണം കടം കൊടുക്കുകയാണെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേഷൻ മേ ബി കണ്ടക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇൻകം ടാക്സ് അതോറിറ്റി ആലോചിക്കുകയാണ്, ഒരാൾ സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺ തെറ്റാണെന്ന് തോന്നിയാൽ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെക്ഷൻ 235 when a joint stock company is not being properly managed, statutory investigation may be conducted under section 235 and section 237 of the Companies Act on behalf of the central government. ഒരു കമ്പനി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നല്ലതുപോലെ നടത്തുന്നില്ല എന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പരാതി വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് can appoint an investigator under section 237 and 235 of the Companies Act പ്രകാരം നടത്താം. നെക്സ്റ്റ് വൺ, for knowing the causes of abnormal fluctuations in the profit and losses of the organization. Profit
നോയിങ് ദ കോസസ് ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് ഒരു ഓർഗനൈസേഷന് ലാഭത്തിൽ കുറവ് വരികയാണെങ്കിൽ അതിൻ്റെ കാരണം അറിയാനായിട്ടും ഇൻവെസ്റ്റിഗേഷൻ. ദീസ് ആർ ദ മെയിൻ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് ഇറ്റ്. എന്തൊക്കെയാണ്? ഫ്രോഡ് കണ്ടെത്താൻ വേണ്ടിയാകാം, ഒരു ബിസിനസ് വാങ്ങാൻ പോകുന്ന ആൾ, പാർട്ണർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾ, ഷെയർ വാങ്ങാൻ പോകുന്ന ആൾക്ക്, ഒരു ബിസിനസ്സിൽ പണം കടം കൊടുക്കുന്ന ആൾക്ക്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസിന്, ഗവൺമെൻറ്റിന്, അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ലാഭം കുറയുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് എന്താണെന്ന് അറിയുന്നതിന് നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസ്. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേഷൻ ആർക്കൊക്കെ വേണ്ടിയാണ് നടത്തുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ഈസ് യൂഷ്വലി ഡൺ ഓൺ ബിഹാഫ് ഓഫ് ദ പർച്ചേസർ. എന്താണ്? ഓൺ ബിഹാഫ് ഓഫ് ദ ഇൻറ്റൻഡിങ് പർച്ചേസർ, അല്ലേ? ഒരു ബിസിനസ് വാങ്ങാനായിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. എങ്ങനെയാണ്? ഇഫ് എ പർട്ടിക്കുലർ പേഴ്സൺ വാണ്ട്സ് ടു പർച്ചേസ് എ പർട്ടിക്കുലർ ബിസിനസ്, ദെൻ ഹി ക്യാൻ അപ്പോയിൻറ്റ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ ടു ഇൻവെസ്റ്റിഗേറ്റ് അബൌട്ട് ദ ബിസിനസ്, അല്ലേ? ഞാനൊരു ബിസിനസ് വാങ്ങാൻ പോകുന്നുവെങ്കിൽ ആ ബിസിനസ് വാങ്ങിയാൽ എനിക്ക് ഗുണകരമാവുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമിംഗ് പാർട്ണർ. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വാണ്ട് ടു ഇൻവെസ്റ്റ് എ പർട്ടിക്കുലർ മണി ഇൻ എ പാർട്ണർഷിപ്പ് ബിസിനസ് ആസ് എ പാർട്ണർ. ഞാനൊരു പാർട്ണറായിട്ട് ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, അവിടെ പാർട്ണർ ആവാൻ പോകുന്നതിന് മുമ്പ് ആ ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമിംഗ് പാർട്ണർ. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് മാനേജ്മെൻറ്റ് വെയർ ഫ്രോഡ് സസ്പെക്റ്റഡ്. സാധാരണയായിട്ട് ഫ്രോഡ് ഉണ്ടാകുന്ന എപ്പോഴാണ്? ഒരു മാനേജ്മെൻറ്റിന് വേണമെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ നടത്തിപ്പിനകത്ത് എന്തെങ്കിലും ചതി അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ നടക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേ ക്യാൻ അപ്പോയിൻറ്റ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ. ആൻഡ് a management can appoint, a company management can appoint an investigator to investigate the business about any fraud that is suspected. ഒരു ചതി തോന്നിക്കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റിന് ഇൻവെസ്റ്റിഗേറ്ററെ വയ്ക്കുക. അതെന്തിനു വേണ്ടിയായിരിക്കാം? അവിടെ നോക്കുമ്പോൾ മിസ്അപ്രോപ്രിയേഷൻ ക്യാഷ് നോക്കും, പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, പൈസ അനാവശ്യമായിട്ട് ചിലവഴിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ സാധനങ്ങൾ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ, സാധനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ, സ്റ്റോക്കിൽ കാണിക്കുന്ന സാധനങ്ങൾ അവിടെ ഉണ്ടോ, ഇത് നോക്കാം. ലാസ്റ്റ് വൺ, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിൽ കള്ളത്തരം കാണിക്കുന്നുണ്ടോ, അക്കൗണ്ട്സിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളും ജേണൽ എൻട്രി ആയിട്ട് കാണിച്ചിട്ട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അക്കൗണ്ട് ഉണ്ടോ എന്നും, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ഉണ്ടോ എന്നും നോക്കാം. ഇങ്ങനെ 3 പ്രധാനമായിട്ട് കാര്യത്തിന് വേണ്ടിയാണ്. അതായത് എന്തൊക്കെയാണ്? 1, ഒരു ബിസിനസ് വാങ്ങാൻ പോകുന്നയാൾ; 2, ഒരു ബിസിനസ്സിൽ പാർട്ണറാകാൻ പോകുന്ന ആൾക്കാർക്ക്; 3, മാനേജ്മെൻറ്റിനും ഇൻവെസ്റ്റിഗേഷൻ നടത്താം. പൈസയോ സാധനമോ അക്കൗണ്ട്സോ എല്ലാം വെട്ടിപ്പ് നടക്കുന്നു നോക്കാം. ദീസ് ആർ അബൌട്ട് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ഇൻവെസ്റ്റിഗേഷൻ, എന്താണ് ഓഡിറ്റിംഗ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓഡിറ്റിംഗ്. 5 മാർക്സിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2 മാർക്കിന് വാട്ട് ഡു യു മീൻ ബൈ ഇൻവെസ്റ്റിംഗ് എന്ന് ചോദിക്കാം. 1 മാർക്കിന് ഇൻവെസ്റ്റിഗേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് സ്പെഷ്യൽ ഓഡിറ്റ്, അത് ചോദിക്കാം. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ്റെ മറ്റൊരു പേരാണ് സ്പെഷ്യൽ ഓഡിറ്റ്. ഇതൊക്കെ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറൻസ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒബ്ജക്റ്റ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ ആർക്ക് വേണ്ടിയാണ് നടത്തുന്നതെന്നുള്ള കാര്യം 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നല്ലതുപോലെ വായിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക്. ഓക്കെ, താങ്ക് യു ഓൾ.